നമുക്കൊന്നൊരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. വെള്ളരിക്ക പച്ചടിക്ക് ആവശ്യമായ വെള്ളരിക്ക ഞാനിങ്ങനെ സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. നടച്ച് വെച്ച് വേവിക്കാം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നമുക്കിത് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിന് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. വെള്ളരിക്ക വെന്ത് വരുമ്പോഴേക്ക് നമുക്കതിൽ ചേർക്കാനുള്ള കുറച്ച് ചേരുവകളാണിത്. കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് തൈരാണ്. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കടുക്, 2 പച്ചമുളക്. നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് തേങ്ങയും ജീരകവും കടുകും കൂടി അരച്ചതാണ്. കടുക് നേരത്തെ ഇട്ട് അരക്കേണ്ടതില്ല. നമ്മൾ അരച്ച് വരാനെടുക്കുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്താൽ മതി. കടുക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇത് നമുക്ക് അതിൽ കൂട്ടാനുള്ള തൈരാണ്. ഈ സാധനം എന്തെന്നൊന്നും അറിയാം. ഇത് നമ്മൾ ചുരിദാറിൻ്റെ ഷാളില്ലേ, ഷാള് ചുരിദാർ കീറി കഴിഞ്ഞാൽ നമുക്ക് ഷാൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ആ ഷാൾ ഞാനെടുത്ത് ഇങ്ങനെ പിനുങ്ങി ഇത് കാണിക്കാം. കണ്ടില്ലേ, അത് ഞാനത് ഉപ്പും അതെല്ലാം വെക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മടഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു രൂപത്തിലാക്കി വെച്ചത്. അതിൻ്റെ മുകളിലാണ് എൻ്റെ ഉപ്പും എണ്ണ ആ വക സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാം കയ്യിലുണ്ടാവില്ലേ പഴയ ഷാള്? അപ്പോൾ പഴയ ഷാളെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചവിട്ടിയെല്ലാം ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമുക്ക് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങയും തൈരും എല്ലാം കൂടുതൽ കൂട്ടേണ്ടി വരും. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം ഉണ്ടാക്കിയിട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്. അല്ലേ, ഒന്നിത് കുറച്ച് തിളച്ച് വരട്ട്. അന്നേരം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് തിളച്ചെടുക്കണമെന്നില്ല. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അതല്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ താളിച്ചിടാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കടുക് ഇട്ട് കൊടുത്തു. 2 വറ്റൽമുളകും കൂടി ചേർക്കാം. കറിവേപ്പില ഇടാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ശരിയാ. നമുക്ക് നമ്മൾ പച്ചടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി റെഡി ആയിരിക്കുന്നു. നല്ലൊരു വെള്ളരിക്ക പച്ചടി അല്ലേ, നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയണമെന്ന് വെച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.